ഈ ശിവൻ എന്തൊരു പേടിയാ. ഞാൻ പിന്നെ പേടിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ലേ. ശിവൻ എന്നോട് സ്നേഹല്ലേ? ഞാൻ സുമതിയെ സ്നേഹിക്കാൻ പാടില്ല. സ്നേഹിച്ചില്ലെങ്കിലേ കുഴപ്പമാ. എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? ഈ കൈ എന്റെ വയറ്റിലൊന്ന് വെച്ച് നോക്കിയേ, ഒരനക്കം കേൾക്കാം. ശിവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നു. ഞാൻ ഒരമ്മയാകും. സുമതി, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. ശിവൻ എന്നെ കല്യാണം കഴിക്കണം. ഞാൻ ശിവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അന്ന് ഞാൻ ശിവാന്ന് വിളിക്കില്ല, ശിവേട്ടനെന്നേ വിളിക്കൂ. ഞാൻ അമ്മോട് പറയട്ടെ? അയ്യോ വേണ്ട, അവരറിഞ്ഞ അന്ന് എന്നെ കൊല്ലും. അന്ന് ഞാനും ചാവും. നമുക്ക് എവിടെയെങ്കിലും പോകാം. എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. എവിടെയെങ്കിലും പോയി നമുക്ക് ഒളിച്ച് ജീവിക്കാം. 4 ഓല കുത്തിമറച്ച് നമുക്കൊരു കുടിലുണ്ടാക്കാം. ആ കുടിലിൽ ഞാനും ശിവനും മാത്രം. എന്ത് രസായിരിക്കും. ശിവ, സുമതി, എടാ ശിവ. തെണ്ടി, ഞാനോടോ നിന്നെ റോട്ടിന് പിടിച്ചെടുത്ത് ഇത്രയും വലുതാക്കിയത്. വെള്ളം കോരാനും വിറകീറാനുമാണ് നിന്നെ ഇവിടെ നിർത്തിയത്. എന്റെ മോടെ ഭർത്താവാകാനല്ലടാ. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരബദ്ധം പറ്റിപ്പോയി. നിന്നോട് ക്ഷമിക്കാനും ഇനി എന്നെ അടിക്കരുത്. അടിച്ചാ നീ എന്ത് ചെയ്യൂടാ? ഒന്ന് അടിച്ചു നോക്ക്, അപ്പോഴറിയാം. നിങ്ങൾ എന്തൊരു ഭ്രാന്തായി കാണിക്കുന്നത്? അവനൊരു അബദ്ധം പറ്റി, നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ? എടി പെണ്ണേ, നീ അപ്പുറത്തെ കാണുമ്പോ. എടാ മോനെ, നീ കയറി കിടന്നുറങ്ങ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കലി വന്നാ ഇങ്ങനെ ഉണ്ടോ ഒരു കലി? നീയാണോ ശിവൻ? അതെ സാർ. നീ ആ രൂപ എന്ത് ചെയ്തു? രൂപ? ഏത് രൂപ? ഏത് രൂപയെന്നോ? ഓഹോ, നിനക്കറിയില്ല അല്ലേ? എടുത്തെങ്കിൽ നേര് പറഞ്ഞോടാ ശിവ, വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നത്? എത്ര കാലമായി ഞാനിവിടെ നിൽക്കുന്നു. ഇവിടുത്തെ ഒരു കാശെങ്കിലും ഞാൻ എടുക്കുമോ മുതലാളി? സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അമ്മയെങ്കിലും ഒന്ന് പറയൂ അമ്മേ. എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കണ്ണു തെളിയിച്ച് ആളാക്കിയ ഞങ്ങളോട് തന്നെ നീ ഇത് ചെയ്തല്ലോ. സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ലമ്മേ. നീ എടുക്കാതെ പിന്നെ ഇരുമ്പ് പട്ടിയിലിരുന്ന രൂപ എവിടെ പോയി? നടക്കണ റാസ്കൽ, നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയിന്നും കുട്ടി.
എന്തിന് ഇങ്ങോട്ട് വന്നു? അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയോ? രൂപയോ? ഏത് രൂപ? അന്ന് കളഞ്ഞുപോയ രൂപ. ഇറങ്ങി പോകുന്നുണ്ടോ നീ? പോകാനാണ് വന്നത്. അതിനു മുമ്പ് ഒരു കാര്യം അറിയാനുണ്ട്. അവള് പെറ്റോ? അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ കുഞ്ഞായിരുന്നു അവിടെ വൈറ്റ്. ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. നിന്റെ കുഞ്ഞ് ഇനി അതും പറഞ്ഞോണ്ട് നടന്ന് അവിടെ ജീവിതം കൂടെ തകർക്കാൻ നോക്ക്. ആ കുഞ്ഞിന് ഇന്ന് വേറെ തന്തയുണ്ട്. നല്ല അന്തസ്സും കാശുമുള്ള തന്ത. ഇറങ്ങി പോണേ അവിടുന്ന്. ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇതെന്റെ കുഞ്ഞല്ലേ? അല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല. ദേ, ഇങ്ങോട്ടൊന്ന് വന്നേ. പണ്ട് നമ്മുടെ കടയിൽ നിന്നിരുന്ന ആളാ ആ ശിവൻ. ഓ, ഇവനാണോ അത്? നീ ജയിലിലായിരുന്നില്ലേ? എന്നെ ജയിലിൽ നിന്ന് വിട്ടു. ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേ വഴിയുള്ളൂ. പോടാ, പോ. അപ്പോ അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയില്ലല്ലേ? രുക്മിണി, രുക്കമ്മ, உன்னை எனக்கு ரொம்ப பிடிச்சாச்சு. உனக்கு என்ன பிடிச்சிருக்கவோ என்னவோ. ஒண்ணு இப்பதானே எனக்கு கிடைச்சது. ஒரு வாரம் வேஸ்டா போயிடுச்சு. ഇന്ന് പോവാണോ? ஆமா, அவசியம் போக வேண்டியதுதான். ஃபிளைட் டிக்கெட்டும் கிடைச்சாச்சு. சீக்கிரமா திரும்பி வரேன். உன் ஃபேஸ் ஒரு மாதிரி இருக்கு. இன்னுം പണം വേണമാ? എനിക്കൊരു 50 രൂപ കൂടി തരുമോ? 50? അത് കേൾക്കறதுக்கு ഇவ்வளவு വെക്കമാ? ദോ, എவ்வளவு വേണമെന്നാ എടുത്തുക്കോ. വേണ്ട, എനിക്ക് 50 രൂപ മതി. പോയി വാങ്ങാം.
എനിക്ക് സിസ്റ്റർ മോഡിനെ ഒന്ന് കാണണം. ഓ, മിസ്സസ് വിമല മേനോൻ, ഹൗ ആർ യു? സുഖമല്ലേ? മിസ്സിസ് വിമല മേനോന്റെ മകൾ സുലുവിനെ വിളിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുലു വളരെ മിടുക്കിയ, വെരി ബ്രില്യന്റ്. ഇതാ സിസ്റ്റർ, 1-ാം തീയതി തന്നെ വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. ഓൾ റൈറ്റ്, അത് സാരമില്ല. ഞാൻ മമ്മിയോട് വഴക്കാ. എന്തിനാ മോളെ? കഴിഞ്ഞ സൺഡേ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വന്നില്ല? മമ്മിക്ക് ഒരുപാട് ജോലിയില്ലേ? പിന്നെ എന്തിനാ പ്രോമിസ് ചെയ്തത്? ഇതാ മോളെ ചോക്ലേറ്റ്. നോ, മമ്മി നെക്സ്റ്റ് സൺഡേ വരുമോ? വരാം മോളെ. പ്രോമിസ്? പ്രോമിസ്. മമ്മി, ഇന്നലെ സിസ്റ്റർ റോസ്ലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. മോള് ഡാൻസ് ചെയ്തില്ലേ? ആ മമ്മി, എനിക്ക് ഡാൻസ് പഠിക്കണം. ഇവിടെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരുന്നുണ്ട്. ഞാനും ചേരട്ടെ മമ്മി? മോളെ ചേർക്കാൻ മമ്മി സിസ്റ്ററോട് പറയാം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബെല്ല. മമ്മി വരുന്നോ? മമ്മി വരുന്നില്ല മോളെ, മോള് പോയി കഴിച്ചോ. മമ്മി ഇനി എന്നാ വരിക? അടുത്ത ഞായറാഴ്ച വരാം. പ്രോമിസ്? പ്രോമിസ്. சிவா, நீ இந்த பிசினஸ் நோக்கி மதுராட்சிக்கு வா. இங்க 5 கிடைக்கும் போது அங்க 500 கிடைக்கும். நீ அவளையும் நோக்கி மதுராட்சிக்கு வா சிவா. அங்க இந்த மாதிரி செட்டியாரு நிறைய இருக்கு, நிறைய சம்பாதிக்கலாம். அங்க உன்ன மாதிரி கையம் வீசி வந்தவனெல்லாம் இப்ப என்ன சரியும் தெரியுமா? காராச்சு, பெங்களாவாச்சு, முன்னாடி கூர்க்கையும் ஆச்சு. എനിക്ക് ജീവിക്കാനുള്ള ഇവിടം കൊണ്ട് കിട്ടും അപ്പയ്യ. എടാ, அப்படி வாழறதா இருந்தா ஏது நாய்க்க முடியும்? பணம் சம்பாதிக்கணும், நிறைய பணம் சம்பாதிக்கணும். இத பாரு, செட்டியாரு அங்க ஏர் கண்டிஷன் ரூம்ல படுத்துட்டு இருக்காரு. நம்ம இங்க வராந்தையில நாய் மாதிரி உட்கார்ந்து இருக்காரு. அவரும் நம்மளும் தம்மில் என்ன வித்தியாசம்? பணம். அது மட்டும் தானே. பணம் இருந்தா நமக்கும் அவரோட மாதிரி மெத்தையிலே போய் நிம்மதியா படுத்து தூங்கிடலாம். பணம் தானடா உலகத்துக்கு ஜீவநாடி. நீ அது யோசனை பண்ணி பாரு. എടാ, പണം വേണം, പണം. എന്നെയും ഉന്നെയും പെരിയവനാക്കുന്നത് പണം താൻ. പുരിഞ്ഞതാ? இதுதான் செட்டியார் வீட்டு அட்ரஸ், இது கடை அட்ரஸ், இது டெலிபோன் நம்பர். கூடிய சீக்கிரம் அந்த பொண்ணையும் கூட்டி நீ ஸ்ட்ரெயிட்டா மெட்ராஸுக்கு வா. சிவனா? ஆமா, நம்ம சிவன் தான். அப்பையா எல்லாம் சொல்லி கொடுத்தாச்சா? எப்பவே சொல்லி கொடுத்தாச்சு. அப்பையா ஒத்து, she is very nice girl, very cooperative, ரொம்ப கட்டிக்காரி. அடுத்த வாட்டி வரும் பார்க்கலாம். ஃபிளைட் டைம் ஆச்சு, பார்த்துமா? என்ன சிவன்? டேய், ഞാൻ சொன்னதெல்லாம் ஞாபகம் இருக்கு இல்லையா? நான் வரட்டுமா? ஃபிளைட்டுக்கு டைம் ஆயிடுச்சு. എനിക്ക് പലരോടും കണക്ക് പറയാനുണ്ട്. എനിക്കത് പറയണം. ഞാനത് പറയും. എന്നെ തുഴിച്ചവരുടെ മുഖത്ത് ഞാൻ കാറിത്തുപ്പും. ഞാൻ കാലുമടക്കി തുഴിക്കും. ഇത്ര രാത്രിയാവുന്നവരെ ശിവേട്ടൻ എവിടെ പോയിരുന്നു? നീ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി? ഞാൻ ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ, ഞാൻ അറിയാവല്ലോ കോളും കിട്ടിയോ? ശിവേട്ടൻ അറിയാതൊരു കോളോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു പഴയ കൂട്ടുകാരിയെ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോ വൈകിപ്പോയി. ചെട്ടിയാരെന്ത് തന്നു? 200 രൂപ തന്നു. 50 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു.
കിട്ടുന്നതിൽ പാതിയൊന്നല്ലേ നമ്മുടെ കണക്ക്. എനിക്ക് പകുതിയും വേണ്ട, മുഴുവൻ ശിവേട്ടനെടുത്തോളൂ. ആ അത് വേണ്ട, കച്ചവടം കച്ചവടം തന്നെ, അതിനെപ്പോഴും കണക്ക് വേണം. ശിവേട്ടൻ എന്താ ഒരു മാറ്റം? പണം സൂക്ഷിക്കണം ചുമണി, അതിന് വലിയ വിലയുണ്ട്. പണമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാമോ ആകുമായിരുന്നു. എന്റെ ഓഹരി എനിക്ക്, നിന്റെ ഓഹരി നിനക്ക്. ശിവേട്ടാ. ആ നീ ഉണ്ടോ? ഇല്ല, ശിവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഊണ് കഴിച്ചു, എനിക്കൊരാൾ ഊണ് വാങ്ങി തന്നു. എന്നാലും കുറച്ചുണ്ണാം. വേണ്ട, നീ ഉണ്ടോ? നീ ഉണ്ടില്ലേ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്നെ തല്ലണം. എനിക്കതാണ് സുഖം. എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും പോണം. എവിടെയെങ്കിലും പോണം. ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. ശിവേട്ടനെങ്കിലും അതറിയണം. അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും രഹസ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ പലതുമായിരുന്നു. നിന്റെ രഹസ്യങ്ങൾ എനിക്കറിയണമെന്നില്ല. കാരണം ഇന്നലെ വരെയുള്ളതെല്ലാം എനിക്ക് മറക്കണം. എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ശിവേട്ടനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങുകയായിരുന്നു.